നമ്മൾ 5000 മീറ്റർ എബോവ് സീ ലെവൽ വന്നത് എന്തിനാന്ന് വെച്ചാൽ മിൽക്കി വേ ഗാലക്സിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് രാത്രി 10 മണിൻ്റെ ശേഷം കിട്ടും എന്നുള്ളത് പറഞ്ഞ കിട്ടുക. ഇന്നത്തെ കാലാവസ്ഥക്ക് അനുസരിച്ച് കിട്ടില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ പ്രതീക്ഷയോടെ അവിടെ കാത്തിരിക്കും. അവിടെ ആ സൗത്ത് ഈസ്റ്റ് സൈഡിലാണ് മിൽക്കി വേ ഗാലക്സി. സൗത്ത് ഈസ്റ്റ് ആണ് എന്നാലും കാണുന്നത്. സൗത്ത് ഈസ്റ്റാ എന്തായാലും ആ ഭാഗത്തായിട്ടാണ് കാണില്ലെന്ന് അറിയില്ല. ഞങ്ങളിന്ന് ഇപ്പം ഇവിടെ ഒരു 5 മണിയൊക്കെ ആയി. ഇപ്പം തന്നെ ഇവിടെ -6 ഡിഗ്രി ഈ 10 മണി എന്തൊക്കെയാണെന്ന് അറിയില്ല. കാണൂലെന്നൊന്നും ഒരു ഉറപ്പ്. അപ്പോൾ കണ്ട നമുക്ക് ഫോട്ടോ ഇടാം. വീഡിയോ കിട്ടുമെന്ന് അറിയില്ല. ആ സമയത്ത് നൈറ്റ് മോഡിൽ എങ്ങനെ ഫോട്ടോ കഷ്ടപ്പെട്ട് കാത്തിരുന്നിട്ട് ആ സാധനം കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെ ഫീൽ. സത്യം പറഞ്ഞ വന്നതന്നെ ആ ഒരു ഉദ്ദേശം കൊണ്ട്. സ്പിറ്റി വാലിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മിൽക്കി വേ കാണാൻ പറ്റുന്നുള്ളതിൻ്റെ കറക്റ്റ് പ്രതിഭാസം അപ്പോൾ കാണാൻ പറ്റും. കണ്ട അപ്പുറത്തും ഇപ്പുറത്തുള്ള മലകളിൻ്റെ അപ്പുറത്തൊക്കെ ഹെവിയർ ക്ലൗഡ്സ് ബ്ലോക്കായി കിടക്കുക. അതുകൊണ്ട് ആ തടസ്സം ആകാശത്ത് വരാണ്ട് നമുക്ക് മിൽക്കി വേൻ്റെ വ്യൂ ഇവിടുന്ന് കിട്ടും. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇത്ര റെലവൻസ് ഇത് കാണാൻ പറ്റുന്നത്. പറയല്ല, മിൽക്കി വേ ഗാലക്സി കണ്ടോ? അല്ല, ഞങ്ങൾ 10 മണി വരെ നിന്ന് നോക്കി ഗൈസ്. ഇതൊരു വിസിബിൾ ആയിട്ടില്ല. ആ ഭാഗത്തായിട്ട് വരിക എന്ന് പറയണത്. അപ്പോൾ ഇനി ഇവിടെ തണുപ്പായിട്ട് എന്തേലും പറ്റുമോ നോക്കാം. ഞങ്ങൾ ഇന്നലെ അവിടെ പോയിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ടെറസിൽ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു പാളി പോലെ കാണുന്നുണ്ട് കേട്ടോ. അത് നൈറ്റ് മോഡിൽ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വിഷയം കിട്ടും. അല്ലാണ്ട് നമുക്ക് അവിടെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഒരു പാളി പോലെ. ഞാൻ ഫോട്ടോ കൊടുക്കാം.